വയനാട് പുൽപ്പള്ളി ദേവർഗദ്ദയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. കന്നാരംപുഴയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം. പ്രദേശത്ത് കൂടുതൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ കണ്ട കാൽപ്പാടുകളിൽ ഇപ്പം ഞങ്ങൾ കണ്ടെടുത്തോളം അവരുടെ നിഗമനത്തിലും 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കടുവകളുടെ കാൽപ്പാടുകൾ അളവിൽ കണ്ടതായിട്ട് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാണ്. കാപ്പിത്തോട്ടങ്ങളിലും അടയ്ക്കത്തോട്ടങ്ങളിലുമായിട്ട് ഒരുപാട് കർഷകർ പുറത്തിറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് ഈ കടുവ ഈ 1.5 കിലോമീറ്റർ പരിധിയിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാളെ കൊന്ന സ്ഥലത്തുനിന്ന് വീണ്ടും ഈ 1.5 കിലോമീറ്റർ പരിധിയിൽ വീണ്ടും കടുവേനെ കണ്ട സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ആൾ പശുവിനെ കൊണ്ട് വന്ന സമയത്ത് 2 കടുവകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിട്ടാണ് പുള്ളീൻ്റെ ഒരു മൊഴി കിട്ടിയിട്ടുള്ളത്. ഇവിടെ ലിനറ്റ് വർഗീസ് ചേരുന്നു വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ലിനറ്റ്, ആളുകളുടെ ഭീതിക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. വനംവകുപ്പിന്റെ പരിശോധന ഏത് രീതിയിലാണ് പോകുന്നത്? നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വണ്ടിക്കടവ് നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളി ദേവർഗദ്ദയിലാണ് ഇത്തരത്തിൽ കടുവ ആക്രമണങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരിക്കുന്നത്. അവിടെ തന്നെയാണ് വീണ്ടും കടുവയ്ക്കായി കൂടുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതുവരെ കടുവയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ നാട്ടുകാരടക്കം വലിയ രീതിയിലുള്ള ഭീഷണിയിലാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് കർഷകരുടെ അടക്കം കാപ്പിത്തോട്ടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയിലും ഒക്കെ ഈ ഒരു കടുവാ ഭീതിയിലാണ് അവിടെയുള്ള നാട്ടുകാർ തുടരുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു കടുവയെ പിടികൂടുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തന്നെ പ്രദേശത്ത് കൂടുതൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതായിട്ടാണ് നാട്ടുകാരും വനംവകുപ്പും പറയുന്നത്. പല സ്ഥലങ്ങളിലും ഒന്നിൽ കൂടുതൽ കടുവകളുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കടുവകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് കടുവയുടെ പ്രജനന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രജനന കാലത്ത് വളരെയേറെ കടുവകൾ ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിക്കടവ് നദിയോടൊക്കെ ചേർന്നിട്ട് ബന്ദിപ്പൂർ കടുവ സങ്കേതമാണ്. അവിടെ നിന്ന് കടുവകൾ ഇറങ്ങാനുള്ള സാധ്യതയും വനംവകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേരള ഡേറ്റാബേസിൽ നിന്നുള്ള കടുവയാണോ ഇതിനു മുമ്പ് ആക്രമണം നടത്തിയത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇത് കർണാടക വനംവകുപ്പിന്റെ കീഴിലുള്ള കടുവയാണോ എന്നതിലും സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോഴും പുൽപ്പള്ളി ദേവർഗദ്ദ ഉന്നതിയിലെ ആളുകൾ കടുവ ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. രുചീഷ്.